ടോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ടോസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പുത്തൻ ഒരു വീഡിയോ സീരീസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. CSIR UGC കെമിക്കൽ സയൻസ് നെറ്റിന്റെ ഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഡിഫിക്കൽട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഏരിയാസ് ആണ്. അതായത് നമുക്ക് ഇച്ചിരി ഒരു പാട് പോലെ ക്വസ്റ്റ്യൻസ് വരാവുന്ന ഏരിയാസ് മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ നെക്സ്റ്റ് വീഡിയോ സീരീസിലേക്ക് കടക്കാം. വെൽക്കം അഗെയിൻ. First question നോക്കിക്കേ. Reaction of 11.6 gram of the aldehyde A with 462 milligram of Wilkinson catalyst provided 9.2 gram of alkene B. The mole percentage of the catalyst used and the yield of the reaction. പെട്ടെന്ന് വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ഓർഗാനോമെറ്റാലിക് കറ്റാലിസിസ് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുമെങ്കിലും ആ ഏരിയയിൽ നിന്നുള്ളൊരു ചോദ്യമല്ല. ഇതൊരു മോൾ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് മോൾ കോൺസെപ്റ്റ്. CSIRന്റെ പ്രിപ്പറേഷൻ വേളയിൽ നമ്മൾ ആ ഒരു ഏരിയാസ് ഒക്കെ വിട്ടുപോകാൻ സാധ്യതയുള്ള ഏരിയ ആണ്. പക്ഷെ ഇതൊരു 4 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ആ മോൾ കോൺസെപ്റ്റ് എന്നുള്ള ഒരു തിയറി അല്ലെങ്കിൽ മോൾ കോൺസെപ്റ്റ് എന്ന ഏറ്റവും സിമ്പിളും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ 4 മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാം. അപ്പോൾ റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. ആൾഡിഹൈഡ് എ ആണ്, മോളിക്കുലാർ വെയിറ്റ് 232 ആണ്. വിൽക്കിൻസൺ കാറ്റലിസ്റ്റിന്റെ മോളിക്കുലാർ വെയിറ്റ് 923 ആണ്. പ്രോഡക്റ്റ് ആൽക്കീൻ ബി കിട്ടിയിട്ടുണ്ട്. അതൊരു 9.2 ഗ്രാം ആണ് അതിന്റെ ഈൽഡ് എന്ന് പറയുന്നത്. 9.2 ഗ്രാം ഓഫ് ആൽക്കീൻ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര കാറ്റലിസ്റ്റ് മോൾ പെർസെൻറ്റേജ് എത്ര കാറ്റലിസ്റ്റ് ഉപയോഗിച്ചു, അതുപോലെ റിയാക്ഷന്റെ ഈൽഡ് കാണുക എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. ഓപ്ഷൻസ് ഉണ്ട്, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1 മോൾ പെർസെൻറ്റേജ്, ഈൽഡ് 80%, 0.1 മോൾ പെർസെൻറ്റേജ് കാറ്റലിസ്റ്റ്, 1 മോൾ പെർസെൻറ്റേജ് കാറ്റലിസ്റ്റ്, 0.2 മോൾ പെർസെൻറ്റേജ് കാറ്റലിസ്റ്റ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് വണ്ടറടിക്കും അല്ലെ, എന്താണ് ഇതിനകത്ത് ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാനില്ല, മോൾ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കാര്യം, ഒരു മോൾ റിയാക്ടന്റ് റിയാക്ട് ചെയ്തുകൊണ്ട് 1 മോൾ പ്രോഡക്റ്റ് തരുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ പോവുക. ഓക്കെ, 11.6 ഗ്രാം ആരാണ്? ആൾഡിഹൈഡ് ആരുമായിട്ട് റിയാക്ട് ചെയ്തു? വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് 9.2 ഗ്രാം. ഓക്കെ, 9.2 ഗ്രാം എന്ത് കിട്ടി? ആൽക്കീൻ ബി കിട്ടി. പിന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, കാറ്റലിസ്റ്റ് ആണ്, റിയാക്ഷനിൽ നേരിട്ട് പങ്കെടുക്കില്ല. അതാണ് കാറ്റലിസ്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ റിയാക്ഷനിൽ റിയാക്ടന്റിന്റെ ഭാഗത്തേക്ക് കാറ്റലിസ്റ്റിനെ അടുപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം വളരെ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുന്ന ഒരു കാര്യമാണ്, കാറ്റലിസ്റ്റ് റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്, റിയാക്ഷനിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ല. അപ്പം മോൾ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, നമ്മുടെ ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്തിന്റെ ആവശ്യമില്ല? കാറ്റലിസ്റ്റിന്റെ ആവശ്യമില്ല. സോ 1 മോൾ ആൾഡിഹൈഡ് 1 മോൾ ആൽക്കീൻ തന്നു. ആൾഡിഹൈഡിന്റെ മോളിക്കുലാർ വെയിറ്റ് തന്നിട്ടുണ്ട്, ആൽക്കീന്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട് പ്രോഡക്റ്റിന്റെ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മോളിക്കുലാർ വെയിറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത് 204 ആണ് ഇതിന്റെ മോളിക്കുലാർ വെയിറ്റ് കിട്ടുന്നത്. ഈ ഒരു കാർബണിന്റെയും ഹൈഡ്രജന്റെയും കൃത്യം എണ്ണം നോക്കിയിട്ട് കാർബൺ എത്ര കാർബൺ ഉണ്ടോ അതേ ഇൻറ്റു 12 പ്ലസ് എത്ര ഹൈഡ്രജൻ ഉണ്ടോ അതേ ഇൻറ്റു 1 ചെയ്താൽ നിങ്ങൾക്ക് മോളിക്കുലാർ വെയിറ്റ് കിട്ടും. 1 മോൾ കിട്ടും. അപ്പൊ നമ്മുടെ കയ്യിൽ മോളൊന്നുമില്ല. 11.6 ഗ്രാമും 9.2 ഗ്രാമും നമ്മുടെ കയ്യിലുള്ളൂ. അവനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? മോളായിട്ട് കൺവേർട്ട് ചെയ്യണം. നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വെയിറ്റ്, നമ്മുടെ കോമ്പൗണ്ടിന്റെ വെയിറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ വെയിറ്റ് ആണ്. ആൽഡിഹൈഡിന്റെ വെയിറ്റ് 11.6 ആണ്. അവന്റെ ആറ്റമിക് വെയിറ്റ് അല്ലെങ്കിൽ മോളിക്കുലാർ വെയിറ്റ് 232 ആണ്. സോ 11.6 ഡിവൈഡ് ബൈ 232 ചെയ്താൽ കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് എയുടെ നമ്പർ ഓഫ് മോൾസ് കിട്ടും. 11.6 ഡിവൈഡ് ബൈ 232 എന്ന് പറയുന്നത് 0.05 മോൾ ആണ്.
ഓക്കെ, ദെൻ നിങ്ങൾക്ക് കിട്ടിയ പ്രോഡക്റ്റ് ആയ ആൽക്കീൻ ബിയുടെ മോളിക്കുലാർ വെയിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു, 204 അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 9.2 ആണ്. സോ അതിന്റെ കറസ്പോണ്ടിങ് മോൾസ് എന്ന് പറയുന്നത് 9.2 ഡിവൈഡ് ബൈ 204 ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0.045 മോൾ. അപ്പൊ 0.05 മോൾ റിയാക്ട് ചെയ്തുകൊണ്ട് 0.045 മോൾ നമുക്ക് കിട്ടി. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ഈൽഡ് കാണാൻ എത്ര മോൾസ് ഓഫ് മോൾ പെർസെൻറ്റേജ് ഈൽഡ് കാണാനുള്ള ഇക്വേഷൻ പ്രോഡക്റ്റിന്റെ മോള് ഡിവൈഡഡ് ബൈ റിയാക്റ്റന്റിന്റെ മോൾസ്. നമുക്ക് 0.4045 മോള് കിട്ടി. എവിടെ നിന്ന്? 0.05 നിന്ന്. അതേ ഇൻറ്റു 100 ചെയ്താൽ പെർസെൻറ്റേജ് ഈൽഡ് കിട്ടും. സോ 0.045 ഡിവൈഡ് ബൈ 0.05 ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 90%. സോ ഈ പെർട്ടിക്കുലർ റിയാക്ഷന്റെ ഈൽഡ് എന്ന് പറയുന്നത് 90% കാരണം 100% വരണമെങ്കിൽ 0.05 മോള് റിയാക്ട് ചെയ്ത് 0.05 മോള് തന്നെ കിട്ടണം. പക്ഷെ ഒരു 0.05ന്റെ ഒരു വ്യത്യാസം അവിടെ ഉള്ളത് കൊണ്ടാണ് 90% കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നമുക്ക് കാറ്റലിസ്റ്റ് എത്ര മോള് യൂസ് ചെയ്തു എന്നറിയണം. ഓക്കെ, അതറിയണം. അപ്പോൾ അവിടെ നമുക്ക് കാറ്റലിസ്റ്റിന്റെ കറസ്പോണ്ടിങ് മോളിക്കുലാർ വെയിറ്റും കാര്യങ്ങളുടെയൊക്കെ ആവശ്യം വരുന്നുണ്ട്. കാരണം എത്ര മോൾ കാറ്റലിസ്റ്റ് യൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ 11.6 by 232, അതായത് ആൽഡിഹൈഡിന്റെ മോൾസ് എത്ര മോളുമായിട്ടാണ് റിയാക്ട് ചെയ്യിപ്പിച്ചത്? 11.6 by 232 മോൾ എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ആണ്. ആ മോൾ ഓഫ് ആൽഡിഹൈഡ്, അതായത് 0.005 മോൾ ഓഫ് ആൽഡിഹൈഡ് റിയാക്ട് വിത്ത് കാറ്റലിസ്റ്റ്, ദാറ്റ് ഇസ് 462 മില്ലിഗ്രാം ആണ്. അവനെ കറസ്പോണ്ടിങ് ഗ്രാം ആക്കുക, ദാറ്റ് ഇസ് 0.462 ഗ്രാം. അപ്പൊ ആ കാറ്റലിസ്റ്റിന്റെ മോള് കാണാൻ 0.462 ഡിവൈഡഡ് ബൈ കാറ്റലിസ്റ്റിന്റെ മോളിക്കുലാർ വെയിറ്റ് 923. അത് ചെയ്തപ്പോൾ നമുക്ക് 0.005 മോള് കിട്ടി. അപ്പം മോൾ പെർസെൻറ്റേജ് ഓഫ് കാറ്റലിസ്റ്റിന്റെ എത്ര യൂസ് ചെയ്തു എന്നറിയാൻ കാറ്റലിസ്റ്റിന്റെ മോൾസ് ഡിവൈഡഡ് ബൈ ആരുമായിട്ട് ആ കാറ്റലിസ്റ്റ് റിയാക്ഷനിൽ മീൻസ് ഇത് ഓൾട്ടർ ചെയ്തത് റിയാക്റ്റന്റ് ആയ 0.05 ഇൻറ്റു 100, ദാറ്റ് ഇസ് 1%. ഓക്കെ, 1% ആണ്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. പക്ഷെ നമ്മളത് ബോധപൂർവം ചിന്തിച്ച് വയസ്സായിട്ട് ചെയ്ത് കണ്ടുപിടിക്കണം. കോൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ 4 മാർക്ക് ഷുവർ ആണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഏരിയാസ് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് കോർ ഏരിയ ആണ്, റിയാക്ഷൻസ് ആൻഡ് റിയേജൻസ്. റിയേജൻസ് എന്നും പറഞ്ഞ് ക്ലെയ്ഡിനകത്ത് ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് തന്നെയുണ്ട്. അതിലുള്ള ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ അതേപടി കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുകയാണ് CSIR ഒരു എക്സാമിന്. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് അനലൈസ് ചെയ്യുക. ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ട് ബിയുമായിട്ട് റിയാക്ട് ചെയ്ത് ഇവനെയും എയുമായിട്ട് റിയാക്ട് ചെയ്ത് ഇയാളെയുമാണ് കിട്ടിയത്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത, ഈ ഒരു CH3 ഗ്രൂപ്പിനോ OH ഗ്രൂപ്പിനോ ഒന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. ആസ് സച്ച് അവിടെ നിപ്പുണ്ട്. സോ അവിടെ എങ്ങും അല്ല റിയാക്ഷൻ നടന്നിരിക്കുന്നത്. ഈ പെർട്ടിക്കുലർ ഗ്രൂപ്പ്സിനാണ് റിയാക്ഷൻ നടന്നിരിക്കുന്നത്. അപ്പൊ എസ്റ്ററിനെയും ആസിഡുമാണ് ഇവിടുത്തെ റോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതെല്ലാം റിഡക്ഷൻ യൂസ് ചെയ്യുന്ന റിയേജന്റ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് ഏത് പെർട്ടിക്കുലർ റിയേജന്റ് എടുത്താൽ എസ്റ്റർ മാത്രം റെഡ്യൂസ് ആവും, ഏത് പെർട്ടിക്കുലർ റിയേജന്റ് എടുത്താൽ ആസിഡ് മാത്രം റിയാക്ട് ആവും, ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് വേണം ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. അപ്പൊ നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പം അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് എസ്റ്ററിനെയും ആസിഡിനെയും രണ്ട് ഗ്രൂപ്പിനെയും റെഡ്യൂസ് ചെയ്യും. സെലക്ടിവിറ്റി അവിടെ ഇല്ല. നേരെ മറിച്ച് ബൊറൈൻ BH3 ഡൈമീഥൈൽ സൾഫൈഡ് എന്ന് പറയുന്നത് COH ഗ്രൂപ്പ്, ആസിഡ് ഗ്രൂപ്പിനെ മാത്രമേ അവൻ റെഡ്യൂസ് ചെയ്യൂ. ദെൻ ലിഥിയം ബോറോഹൈഡ്രൈഡ് എസ്റ്റർ ഗ്രൂപ്പിനെ മാത്രം. ഈ രണ്ട് കോൺസെപ്റ്റ് ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേ ഈ നമ്മുടെ പെർട്ടിക്കുലർ കോമ്പൗണ്ടിനെ വരച്ചു. അപ്പൊ ആ COH എന്നൊക്കെ പറയുന്നത് നിങ്ങളത് സോൾവ് ചെയ്യാനായിട്ട് ഇങ്ങനെ തന്നെ എഴുതുക. അപ്പൊ അവിടേക്ക് ഞാൻ ആദ്യത്തെ പെർട്ടിക്കുലർ റിയാക്ഷനിൽ ചെയ്യുന്നത്, നമുക്ക് എയും ബിയും വേണം. ഓക്കെ, അപ്പൊ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ആദ്യമേ ഡൈബൊറൈൻ മീൻസ് ബൊറൈനെ നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ അവൻ ആരെ റിയാക്ട് ചെയ്യത്തുള്ളൂ? COHനെ റെഡ്യൂസ് ചെയ്ത് CH2OH ആക്കി. കണ്ടോ, ഇത് CH2OH. ഈ OH ലോൺ പെയർ എസ്റ്ററിലേക്ക് അറ്റാക്ക് ചെയ്യുകയും അവിടെ നിന്നും എന്ത് ചെയ്യും, നമ്മുടെ റെസൊനൻസ് വന്ന് അതേപോലെ വന്നിട്ട് OET ഈത്തോക്സൈഡ് റിമൂവ് ആയിട്ട് നമുക്കൊരു സൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ട് കിട്ടും. അല്ലെ, സൈക്ലിക് ആയിട്ടുള്ള ലാക്ടോൺ പോലത്തെ ഒരു
കോമ്പൗണ്ട് കിട്ടും. ദെൻ രണ്ടാമത്തത് ലിഥിയം ബോറോഹൈഡ്രൈഡ് ആരെ റിയാക്ട് ചെയ്യത്തുള്ളൂ? എസ്റ്ററിനെ റിയാക്ട് ചെയ്യത്തുള്ളൂ. അവൻ ഇവിടെ CH2OH റിയാക്ട് ചെയ്യും. ദെൻ പഴയ പോലെ തന്നെ ഇവിടേക്ക് അറ്റാക്ക് നടക്കുന്നു, ഇങ്ങോട്ടേക്ക് വരുന്നു, എന്നിട്ട് OH റിമൂവ് ആയി പോകുന്നു. ഓക്കെ, ഈ ഒരു കോമ്പൗണ്ട് കിട്ടും. അപ്പൊ എ എന്ന് പറയുന്നത് C ഡബിൾ ബോണ്ടോ ഇങ്ങോട്ടേക്കായിരുന്നു, ബിയിൽ C ഡബിൾ ബോണ്ടോ ഓയുടെ റൈറ്റിലേക്ക് അല്ലെങ്കിൽ OHന്റെ സൈഡിലേക്കായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ഇത് സ്റ്റീരിയോ കെമിസ്ട്രിയുടെ വല്ലതാണോ? അങ്ങനെയല്ല, സെലക്ടിവിറ്റി ഓഫ് റിയേജന്റ് ആണ്. അപ്പൊ ഇങ്ങനെ കുറേ റിയേജന്റ് ഉണ്ട്. COETയെ മാത്രം റിയാക്ട് ചെയ്യുന്നത്, COHനെ മാത്രം റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് എടുത്താൽ ഈ രണ്ട് ഗ്രൂപ്പും സൈമൾട്ടേനിയസ് ആയിട്ട് CH2OH എന്നും CH2OH എന്നും റെഡ്യൂസ് ആകും. ഈ ഒരു സൈക്ലിക് കോമ്പൗണ്ട് കിട്ടില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിച്ച് ചെയ്യുക. ഓക്കെ, അടുത്തത് C13 NMR സ്പെക്ട്രത്തിന്റെ സിഗ്നൽ കാണാനാണ്. ഡീകപ്പിൾഡ് C13 NMR ആണ്. അപ്പം എത്ര കാർബൺ ഉണ്ടോ, എത്ര ടൈപ്പ് കാർബൺ ഉണ്ടോ അത്രയും സിഗ്നൽസ് തരും. അപ്പൊ ഇതിൽ ബൈസൈക്ലോ ഒക്ടേൻസ് ആണ് 3 തന്നിരിക്കുന്നത്. അപ്പൊ ഓരോ കോമ്പൗണ്ടിലെയും എത്ര കാർബൺ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക, അത്രയും സിഗ്നൽ. അപ്പൊ A കോമ്പൗണ്ട് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം ബ്രിഡ്ജിൽ എന്തായാലും ഒരു ഡിഫറെന്റ് ടൈപ്പ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ മൊത്തത്തിൽ 3 തരത്തിലുള്ള കാർബൺ ആണ് A കോമ്പൗണ്ടിൽ ഉള്ളത്. ഇത് ഒരു ടൈപ്പ്, അതേപോലെ വരുന്നതാണ് ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്നതും, പിന്നെ ബ്രിഡ്ജിൽ വരുന്നത് ഒരേപോലെ, പിന്നെ ബാക്കി 4. അങ്ങനെ മൊത്തം 3 ടൈപ്പ് കാർബൺ ആണ് A എന്ന ബൈസൈക്ലോ ഒക്ടേനിൽ ഉള്ളത്. അതുകൊണ്ട് 3 സിഗ്നൽ. രണ്ടാമത്തെ കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ. ഇവിടെ 2 തരത്തിലുള്ള സിഗ്നൽസ് ആണ്. കാരണം നിങ്ങൾ അനലൈസ് ചെയ്താൽ അറിയാം, ഇവിടെ ഇത് ഒരു മുനമ്പ് പോലുള്ള ഭാഗത്ത് എന്താ പറയുന്നത്, ഒരേ ടൈപ്പ് കാർബൺ ആണ്. ഓക്കെ, അത് രണ്ടും ഒരേപോലെ, ബാക്കിയെല്ലാം ഒരേപോലെ സെയിം എൻവയോൺമെന്റിൽ ഉള്ളതാണ്. ഇപ്പം 2ന്റെ ഇപ്പുറത്തും 1 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ തൊട്ടടുത്ത് 1 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. ഓക്കെ, ഇവിടെ എന്ന് വെച്ചാൽ 2ന്റെ ഇപ്പുറത്ത് 1, 2ന്റെ ഇപ്പുറത്ത് 3. അപ്പോൾ എന്നാൽ ഇവിടെ 1ന്റെ അപ്പുറവും ഇപ്പുറവും 2, ഈ കേസിൽ 1ന്റെ അപ്പുറവും ഇപ്പുറവും 2. അപ്പം സെയിം എൻവയോൺമെന്റ്. അപ്പൊ ഇവിടെ പക്ഷെ ഈ മൊനമ്പിൽ വന്നിരിക്കുന്ന 2 കാർബണിന്റെ അപ്പുറവും ഇപ്പുറവും ഒരേപോലെയാണ് ബാക്കി എല്ലാ കാർബൺസും വരുന്നത്. അതുകൊണ്ടാണ് 2 സിഗ്നൽ. അടുത്ത ആള് C, കുറച്ച് കോംപ്ലിക്കേറ്റഡ് കോമ്പൗണ്ട് ആണ്. ഇവിടെ ആക്ച്വലി 5 സിഗ്നൽസ് കിട്ടും. കാരണം 5 ടൈപ്പ് കാർബൺ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർബൺ ഇതുപോലെ വേറെ ഏതെങ്കിലും സിമിലർ എൻവയോൺമെന്റിൽ ഉണ്ടോ? ഈ 1നെ എടുത്ത് നോക്കുക. 1ന്റെ ഇപ്പുറം ഇതുപോലെ ഒരു ബ്രിഡ്ജ് മീൻസ് ആ ഒരു ജംഗ്ഷനിലുള്ളതാണ്. അതുപോലെ വേറെ ഏതെങ്കിലും കാർബൺ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ 2 എന്ന് പറയുന്നത് നമ്മൾ ഇത് രണ്ടിനെയാണ് 2 എടുത്തിരിക്കുന്നത്. അപ്പോ ഈ 2ഉം ഈ 2ഉം അതിന് തൊട്ടിപ്പുറത്ത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതാണ് ഈ 2 സിമിലർ ആയിട്ട് വരുന്നത്. പിന്നെ 4ന്റെ ഇപ്പുറത്ത് 3യും ഇതേ ഇവിടെ നോക്കിക്കേ 3. അതുകൊണ്ട് 4th രണ്ടും സിമിലർ ആണ്. ഈ മീൻസ് ഞാൻ ഈ റെഡ് കൊണ്ട് വരച്ചിരിക്കുന്നുണ്ടോ, അത് സിമിലർ എൻവയോൺമെന്റ് ആണ്. ഇനി 5ാമൻ കൂർത്ത് നിൽക്കുന്ന ഭാഗത്ത്, അതായത് അപ്പുറവും ഇപ്പുറവും 4 വരുന്ന വേറെ ഏതെങ്കിലും കാർബൺ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ മതിയാവും അതിന്റെ എൻവയോൺമെന്റ്. അയലത്തുകാരെ നോക്കിക്കൊണ്ട് ടൈപ്പ് ഓഫ് കാർബണെ മനസ്സിലാക്കുക. അങ്ങനെ ഈ കോമ്പൗണ്ടിൽ 5 തരം കാർബൺ ഉണ്ട്. അതുകൊണ്ട് 5 സിഗ്നൽ ആണ്. ഓക്കെ, അടുത്തതും NMR തന്നെ ഉള്ളൊരു ചോദ്യമാണ്. ഇൻ 400 MHz NMR spectrum of organic compound exhibited a doublet. The 2 lines of the doublet are at 2.35 and 2.38 ppm coupling constant. അപ്പൊ coupling constant കാണാനാണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രം മതി. 4 മാർക്കിനൊക്കെയാണ് ഇത് ചോദിക്കുന്നത്.
ഇപ്പൊ ഒരു ഡബ്ലറ്റ് ആണെന്ന് പറഞ്ഞു. ഡബ്ലറ്റ് ഇങ്ങനെ ഇരിക്കും. അവന്റെ ആ ഡബ്ലറ്റ് ഏതൊക്കെ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ തന്നു? 2.35ഉം 2.38ഉം. അങ്ങനെയാണെങ്കിൽ കപ്ലിംഗ് കോൺസ്റ്റന്റ് കാണാൻ ഈ ഒരു ഡിഫറൻസ് എടുത്തിട്ട് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. ആ രണ്ട് ലൈൻസും വന്നിരിക്കുന്ന ഷിഫ്റ്റ് വാല്യൂ ഉണ്ടല്ലോ, അതിന്റെ ഡിഫറൻസ് നിങ്ങൾ എടുക്കുന്നു. 2.38 മൈനസ് 2.35 ദാറ്റ് ഇസ് 0.03. ആ സ്പെക്ട്രത്തിന്റെ ഫ്രീക്വൻസി ഇൻറ്റു 400 ദാറ്റ് വിൽ ഗിവ് യു 12 Hz. So this will be the coupling concept. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, ഷുവർ ആയിട്ടും ചോദിക്കുന്ന കോൺസെപ്റ്റുമാണ്. ഓക്കെ, ചിലവർ ആ ലൈനിന്റെ ഡിഫറൻസ് മാത്രം എടുത്തു വെക്കും, അങ്ങനെയല്ല, ഇൻറ്റു ഫ്രീക്വൻസി. ഓക്കെ, അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. 4 മാർക്കിന് ചോദിച്ചതാണ്. അപ്പൊ നിങ്ങൾ H1 NMR പഠിക്കുമ്പോൾ കുറെ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂസ് പഠിക്കുന്ന പോലെ തന്നെ C13 NMRനും പഠിക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അസറ്റിക് ആസിഡ്, അസറ്റോനൈട്രൈൽ, അസറ്റോൺ, CCl4 ആണ്. ഇതിന്റെ കറസ്പോണ്ടിങ് കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ ആണ് പഠിക്കേണ്ടത്. അസറ്റിക് ആസിഡിന്റെ ZOHന്റെ ഫലമായിട്ട് നമുക്ക് 175 ആ ഒരു ppm റേഞ്ചിലാണ് C13 NMR വരുന്നത്. അസറ്റോനൈട്രൈൽ CH3CN എന്ന് വരുമ്പോഴത്തേക്കും എന്താണ് നമുക്ക് വരുന്നത് 115 പാർട്സ് പെർ മില്യണിലാണ്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എന്താ പറയുന്നത്, വാല്യൂസ് ബൈഹാർട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ CH3CNന്റെ സിയുടെ ഭാഗത്ത് വരുന്നത് ഏകദേശം 115ലാണ്. അസറ്റോണിൽ CH3COCH3യുടെ അസറ്റോണിൽ 205 പാർട്സ് പെർ മില്യണിലാണ്. CCl4ലെ കാർബണിന്റെ C30 NMR ഷിഫ്റ്റ് വരുന്നത് 95 പാർട്സ് പെർ മില്യണിലാണ്. സോ അസറ്റിക് ആസിഡ് ഗോസ് ടു 3, A3. Okay, A3. B, acetonitrile 115, B2, acetone 205, 4, DCCl4 95, 1. Option A will be the answer. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങളാണ് 4 മാർക്കിന്റെ ചോദ്യങ്ങളിലൊക്കെ വരുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു സെക്ഷൻ സിയിലേക്ക് കടക്കുമ്പോഴുള്ള എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല, നമുക്ക് പറ്റില്ല. പക്ഷേ വളരെ വൈസായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് സ്കോർ ചെയ്യേണ്ട, നമുക്ക് JRF സ്കോർ ചെയ്യേണ്ട ഭാഗത്ത് നിന്നുള്ള മാർക്കുകൾ നമുക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇതെല്ലാം കോർ ഏരിയാസ് ആണ്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്ത് അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ സുഖമായിട്ട് JRF സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ടോസ് അക്കാഡമി ഉടനെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും തന്നെ അടുത്ത നെറ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ടൈറ്റൻ ചെയ്യുക. എല്ലാവരും നന്നായിട്ട് വായിക്കുക, നല്ല രീതിയിൽ റെഫർ ചെയ്യുക, നല്ല രീതിയിൽ PYQs വർക്ക്ഔട്ട് ചെയ്യുക. താങ്ക് യു. Hello my dear students, welcome to TOS Academy. Myself Dr. Nibla Rahman, your chemical science educator. Today we are going to discuss some PYQs of CSIR NET chemical science. The first question is, the absolute configuration of stereogenic centers present in the following molecule is. നമ്മളോട് പറഞ്ഞത് അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ ആണ്. അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് എന്താണ്. അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ R&S കോൺഫിഗറേഷൻ ആണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ R&S കോൺഫിഗറേഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ കോമ്പൗണ്ട് ഒന്ന് വരയ്ക്കാം. സാധാരണ R&S കോൺഫിഗറേഷൻ എന്ന് പറയുമ്പം നമുക്കറിയാം നമ്മുടെ അറ്റോമിക് നമ്പറിൻ്റെ ബേസ് ചെയ്തിട്ടാണ് R&S കോൺഫിഗറേഷന് ഉണ്ടാവാറുള്ളത് അല്ലേ. അപ്പോൾ ഒരു റഫായിട്ടൊന്ന് വരച്ച് നോക്കാം. നമുക്ക് ഇവിടെയാണ് നമ്മുടെ CHO ഗ്രൂപ്പ് ഉള്ളത്, ഇവിടെയാണ് നമ്മുടെ കാർബണിൽ ഗ്രൂപ്പ് ഉള്ളത്, ഇവിടെയാണ് OH ഗ്രൂപ്പ്. ഓക്കെ അല്ലേ. ഇനി നമ്മൾ ഇതിൻ്റെ R&S കോൺഫിഗറേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അറിയാം നമുക്ക് അറ്റോമിക് നമ്പർ കൂടുതലുള്ള ആൾക്കാർക്കാണ് നമ്മൾ പ്രയോറിറ്റി 1 കൊടുക്കുക. ഇപ്പോൾ ഇവിടുത്തെ കേസാണെങ്കിൽ CHO എന്ന് പറയുമ്പോൾ നമുക്കറിയാം C ഡബിൾ ബോണ്ട് O ആണ് അല്ലേ. CHO എന്ന് പറയുമ്പോൾ അപ്പോൾ C ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഓക്സിജൻ ആണ്. അപ്പോൾ ഒന്നാമത്തെ CHO ആണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ ഈ കാർബണിൽ ആദ്യം പോകുന്നത് CO ഗ്രൂപ്പിലേക്കാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രയോറിറ്റി.
ഇനി ഇത് മൂന്നാമത്തെ പ്രയോറിറ്റി, ഇത് നാലാമത്തെ പ്രയോറിറ്റി. അപ്പോൾ 1 2 3 4 ആണ്. അപ്പോൾ നമുക്കറിയാം അത് എന്താണ് ആക്ച്വലി എസ് കോൺഫിഗറേഷൻ ആണ് വരുന്നത് അല്ലേ, എസ് കോൺഫിഗറേഷൻ ആണ് വരുന്നത്. അപ്പം ഇവിടെ എസ് കോൺഫിഗറേഷൻ ആണെങ്കിൽ കൂടിയും ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത് ടുവേർഡ്സ് ദി ഒബ്സർവർ, അതായത് തിക്ക് ഇതിനു വേണ്ടിയിട്ടാണ്, തിക്കായിട്ടുള്ളതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ നമ്മൾ ഏറ്റവും അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ ആയിട്ടുള്ള 6 ആണ് നമ്മൾ അതിൻ്റെ കോൺഫിഗറേഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുക. ഓക്കെ ആണല്ലോ. ഇനി അതേപോലെ തന്നെ ഇവിടുത്തെ കേസ് ആദ്യത്തെ നമ്മൾ OHന് കൊടുത്തു, പിന്നെ രണ്ടാമത്തെ കേസ് നമ്മൾ ഇവിടെ കൊടുത്തു, മൂന്നാമത്തെ കേസ് നമ്മൾ ഈ ഭാഗം കൊടുത്തു. അപ്പോൾ 1 2 3 4 ആണ്. 1 2 3 4 എന്ന് പറയുമ്പോൾ 1 2 3 4 ഇങ്ങനെ വരും അല്ലേ, 1 2 3 4. അപ്പോൾ ശരിക്കും വരെ നമ്മൾ 6 ആയിരിക്കും അല്ലേ. 6 ആകുമ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ നമ്മൾ ഇവിടെ OH ഗ്രൂപ്പ് എന്താണ്, ഫസ്റ്റ് പ്രയോറിറ്റി OH ഗ്രൂപ്പിനാണ്. അപ്പോൾ അതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ അത് എസ് ആയിരിക്കും കോൺഫിഗറേഷൻ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഓപ്ഷൻ 1 ആണ്. ഓക്കെ അല്ലേ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി അടുത്തത്. ദ കമ്മ്യൂട്ടേറ്റർ എക്സ് ക്യൂബ് പി എക്സ് ഈസ് ഈക്വൽ ടു. ഈ കമ്മ്യൂട്ടേറ്ററിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻസ് CSIR നെറ്റ് എക്സാമിന് ഫ്രീക്വൻലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ട്രിക്കുണ്ട്. ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം എക്സ് ക്യൂബ്, ഇവിടെ നമ്മൾ എക്സ് ക്യൂബ് ആണുള്ളത് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ജനറലായിട്ട് x⁻n എന്ന് കൊടുക്കാം, പി എക്സ്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെയുള്ള കമ്പ്യൂട്ടേറ്റർ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഒരു ജനറലായിട്ട് ട്രിക്കി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫോർമുല പഠിക്കാം. +i(h×n × x⁻n−1). ഇനി പി എക്സ് ആണ് ആദ്യം വരുന്നെങ്കിൽ px, x⁻n ആണ് നിങ്ങൾക്ക് ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ ഒരു വ്യത്യാസമില്ല, ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. -i(h×n × x⁻n−1). ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷനാണത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇപ്പം ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് x³ px ആണ്. അപ്പോൾ x³ ps ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, x³ px എന്നാകുമ്പോൾ x⁻n എന്നുള്ളിടത്താണ് നമ്മൾ ക്യൂബ് ഉള്ളത് അല്ലേ. അപ്പം x ആണ് ആദ്യത്തെ ടേം. അപ്പം +i(h×n) അപ്പം 3 × x⁻n−2. അപ്പോൾ 3−2 എന്ന് പറയുന്നത് സ്ക്വയർ, 3 x² വരും. ഓക്കെ ആണല്ലോ. ഇനി ഈ ഒരു ടേം നമ്മുടെ ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കാം. പക്ഷേ ഓപ്ഷനിൽ എല്ലാ ടേമിൻ്റെ അടിഭാഗത്തും നമ്മൾ 2π എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമാണ് h കട്ട് അല്ലെങ്കിൽ h ക്രോസ് എന്ന് പറയുന്നത് h/2π എന്നാണ് നമ്മൾ എഴുതുക. ഓക്കെ. അപ്പം നമുക്ക് അതിനെ ഒന്ന് ഇവിടെ പിരിച്ച് എഴുതി കൊടുക്കാം, h× 3x². അപ്പോൾ ഇവിടെ നമ്മൾ h×ന് h/2π എന്ന് കൊടുക്കുന്നു. ദെൻ i ഇവിടെ എഴുതുന്നു 3x². ഓക്കെ. ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് വീണ്ടും പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഡിനോമിനേറ്ററിൽ i എന്ന് പറയുന്ന ഒരു ഇമേജിനറി അക്കം ഉണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെ ഈ i വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കൂടി നമുക്ക് i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം മേലെ വരുമ്പോൾ i × h/2π, ഡിനോമിനേറ്ററിൽ അപ്പോൾ i വരും, i 3x². ഓക്കെ ആണല്ലോ. അപ്പോൾ വേറൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് i എന്ന് പറയുന്നത്, അതായത് i² എന്ന് പറയുന്നത് -1ന് ഈക്വലാണ്. ഓക്കെ. അപ്പോൾ ഇനി ഒന്നുമില്ല, ഇനി നമ്മൾ വീണ്ടും നമ്മളെ എല്ലാ കാര്യങ്ങളും ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. 2πi, അപ്പോൾ i × iക്ക് നമ്മൾ -1 കൊടുത്തു, × 3x². ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കാം.
ഓപ്ഷനിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുക -3h(x²/2πi). അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരത്തിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കമ്മ്യൂട്ടേറ്ററിൻ്റെ ആൻസേഴ്സ് കിട്ടുന്നതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ the specific rate constant of decomposition of a compound is represented by ln K equal to 5 minus 12,000 by T. The activation energy of decomposition for this compound at 300 Kelvin is. 4 ഓപ്ഷൻ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് കെമിക്കൽ കൈനറ്റിക്സ് ആണ്. റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ഡീകമ്പോസിഷൻ ആണ് തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആക്ടിവേഷൻ എനർജി ഓഫ് ഡീകമ്പോസിഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ രൂപം കണ്ടാൽ അല്ലെങ്കിൽ ഒരു ഫോം കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് ln(k) എന്ന് പറയുന്നത് ഈക്വൽ ടു 5 മൈനസ് 12,000 ബൈ T എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ടെമ്പറേച്ചറും നമ്മുടെ ആക്ടിവേഷൻ എനർജിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അറീനിയസ് ഈക്വേഷൻ ആണ്. അപ്പോൾ അറീനിയസ് ഈക്വേഷൻ അറിയായിരിക്കും എല്ലാവർക്കും. K is equal to A into e raised to minus EA by RT. എല്ലാവർക്കും അറിയാം അല്ലേ? ഇനി നമുക്ക് തന്നിരിക്കുന്നത് ln(k) അതായത് അതിൻ്റെ ലോഗരിതം ഉപയോഗിച്ചിട്ടുള്ള സാധ്യതയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 5 മൈനസ് 12,000 ബൈ T എന്ന് പറയും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ അറീനിയസ് ഇക്വേഷനെ തന്നെ നമ്മൾ ലോഗരിതം വെച്ചിട്ട് നാച്ചുറൽ ലോഗ് വെച്ചിട്ട് നമ്മൾ അതിനെ മാറ്റാം. ln(k) is equal to ln A മൈനസ് ഇപ്പോൾ e raised to x എന്നുള്ള നമ്മൾ ലോഗ് ln x മാറ്റുന്ന സമയത്ത് അത് EA by RT എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിന് ഇക്വേഷൻ 1 എന്നും ഇതിന് ഇക്വേഷൻ 2 എന്നും കൊടുക്കാം. ഇനി ആ ഇക്വേഷൻ രണ്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലേ, രണ്ടും ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ്, അപ്പോൾ റൈറ്റ് സൈഡും ഓൾസോ ഈക്വൽ ആയിരിക്കും. അപ്പം അങ്ങനെ ആകുമ്പോൾ 12,000 by T is equal to EA by RT ആണ് അറിയാം. അപ്പോൾ ടിയും ടിയും ക്യാൻസലായി, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആയപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് EA കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ 12,000 ഇൻറ്റു, അപ്പോൾ ആറിൻ്റെ വാല്യൂ ജൂളിലാണോ അല്ലെങ്കിൽ കലോറിയിലാണോ എന്നുള്ളത് നമ്മൾ ഓപ്ഷൻ നോക്കണം. ഓപ്ഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്ത് കിലോ കലോറിയിലാണ് ഉള്ളത്. അപ്പോൾ കലോറി പെർ മോളിൽ നമ്മളെ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി 2 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 24,000 എന്ന് വരും അല്ലേ? കലോറി പെർ മോൾ വരും. ഇനി ഈ 24,000 കിലോ കലോറിയിലേക്ക് മാറ്റുന്ന സമയത്തോ അത് 24 കിലോ കലോറി പെർ മോൾ എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി ഈ ഒരു ഇക്വേഷൻ്റെ ഓപ്ഷൻ ഒന്ന് നോക്കിയേ. ഇതിൽ നമ്മൾ എ എന്ന് പറയുന്നതാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ ആൻസറിൻ്റെ ഓപ്ഷന്. അപ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇതിൽ എ ആയിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The shape of which one of the following orbitals correspond to the angular wave function shown the figure given below? ഈ ഒരു നമ്മുടെ ആംഗുലാർ വേവ് ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്നത്, അതിൻ്റെ ഫിഗർ ആണ് തന്നിരിക്കുന്നത്. അത് dx²y² ആണോ, dxy ആണോ, py ആണോ, px ആണോ എന്നുള്ളതാണ് നമ്മളോട് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഡി ഓർബിറ്റൽസിൻ്റെ നമ്മുടെ ഷേപ്പുകൾ അല്ലേ. ഡി ഓർബിറ്റൽസ് 2 ടൈപ്പ് ഡി ഓർബിറ്റൽസ് ഉണ്ട് അല്ലേ. ഡി ഓർബിറ്റൽസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് എന്താണ്? ആക്സിയൽ ഓർബിറ്റൽസും
ഒന്ന് നോൺ ആക്സിയൽ ഡി ഓർബിറ്റൽസ് അല്ലേ, നോൺ ആക്സിയലും ആക്സിയൽ ഓർബിറ്റൽസും. അപ്പോൾ ആക്സിയൽ ഓർബിറ്റൽസ് ഏതൊക്കെയാണെന്ന് അറിയാം, dx²y² dz². കാരണം എന്താ, അതിന് നമ്മൾ എന്താണ് അലോങ് ദി ആക്സിസ് ആണ് നമ്മൾ വരയ്ക്കാറ് അല്ലേ. പക്ഷെങ്കിൽ നോൺ ആക്സിയൽ എന്ന് പറയുമ്പോൾ dxy dyz dxz ഓക്കെ അല്ലേ. അതിന് നമ്മൾ വരയ്ക്കുക എങ്ങനെയാണ് സാധാരണ, ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് അല്ലേ നമ്മൾ സാധാരണ വരയ്ക്കുക, ഇങ്ങനല്ലേ നമ്മൾ വരയ്ക്കുക. ഇപ്പോൾ dxy ആണെങ്കിൽ രണ്ട് ആക്സിസും വരച്ചു കൊടുക്കുക, അപ്പോൾ dxy. അപ്പോൾ പിന്നെ ഉള്ളത് നമുക്ക് ഇതാണ് നമ്മളെ ഡി ഓർബിറ്റലിലെ കാര്യം. ഇനി പി ഓർബിറ്റൽ ആണെങ്കിലോ, പി ഓർബിറ്റൽ ആണെങ്കിൽ ഡംബൽ ഷേപ്പ് ആണ് അല്ലേ, നമ്മൾ ചെറുപ്പത്തിലേ പഠിക്കുന്നതാണ് ഡംബൽ ഷേപ്പ്. ഡംബൽ ഷേപ്പ് എന്താ പറയുന്നത്, നമ്മൾ ഏതെങ്കിലും അല്ലേ, ഇത് പി എക്സ് എന്ന് പറയാം. ഈ പി വൈ ആണെങ്കിൽ ഒന്നുമില്ല, പി വൈ ഡയറക്ഷനിൽ എന്ത് വരും, ലോബ്സ് വരും, വൈ ഡയറക്ഷനിൽ വരും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇത് കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് കിട്ടൂല്ലേ. അപ്പോൾ അലോങ് ദി ആക്സിസ്, അതായത് അലോങ് ദി ആക്സിയൽ ഓർബിറ്റൽസ് ആണ് നമ്മൾ ആക്സിയൽ ഡി ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. അത് dx² y² dz² ആണ്. അപ്പം നമ്മൾ ഉത്തരം എന്തായിരിക്കും, ഇത് അലോങ് ദി ആക്സിസ് അല്ല ഉള്ളത്, ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് ആണ്. അപ്പോൾ അത് നോൺ ആക്സിയൽ ഡി ഓർബിറ്റൽ ആണ്. നോൺ ആക്സിയൽ ഡി ഓർബിറ്റൽ ഏതാണ്, dxy ആണ്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ കറക്റ്റ് ഓർഡർ ഓഫ് ദി കോറിലേഷൻ ഓഫ് ഹാർഡ്നെസ് വിത്ത് ലാറ്റിസ് എൻതാൽപ്പി ഡെൻസിറ്റി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ലാറ്റിസ് എനർജി കൂടുന്ന സമയത്ത് ഹാർഡ്നെസ് കൂടും. അപ്പോൾ ആർക്കാണ് ലാറ്റിസ് എനർജി കൂടുതലുണ്ടെന്ന് കണ്ടെത്തിയാൽ നമുക്ക് ആരാണ് ഏറ്റവും കൂടുതൽ ഹാർഡ്നെസ് ആയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. പിന്നെ ഈ ഒരു ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും, ഡയമണ്ട് ആണ് എന്ത് ഏറ്റവും കൂടുതൽ ഹാർഡ്നെസ് ഉള്ളത്. നമുക്കറിയാം അല്ലേ, ഏറ്റവും ഹാർഡ്നെസ് ഉള്ള ഏറ്റവും ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് എന്ന് നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ് ഡയമണ്ട് എന്ന് പറയുന്നത്. ഇനി ഡയമണ്ട് കഴിഞ്ഞാൽ ഈ ബി എന്ന് പറഞ്ഞാൽ ബോറോൺ നൈട്രൈഡ് ആണ്. ബോറോൺ നൈട്രൈഡ് എന്ന് പറയും, ബോറോൺ നൈട്രൈഡ്. അതും ഒരു ഇൻസുലേറ്റർ ആണ്. ഡയമണ്ട് എന്താണ്, ഇൻസുലേറ്റർ ആണ്. ഓക്കെ. ഇനി ഈ ഡയമണ്ട് കഴിഞ്ഞാൽ അടുത്ത ഹാർഡ്നെസ് ഉള്ളത് ബോറോൺ നൈട്രൈഡ്സ് ആണ്. ഇനി B4C അതായത് ബോറോൺ കാർബൈഡ്, ദെൻ SiC എന്ന് പറഞ്ഞാൽ സിലിക്കൺ കാർബൈഡ്. ഇതിനെ നമ്മൾ സിലിക്കൺ കാർബൈഡിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണെന്ത്, സിലിക്കൺ കാർബൈഡ് നമ്മൾ പറയുന്ന പേരാണെന്ത്, കാർബോറൻഡം. കാർബോറൻഡം. ഇനി Al2O3 അലൂമിനിയം ഓക്സൈഡിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, കോറൻഡം. COOORNDUM അതാണ് കോറൻഡം എന്ന് പറയുന്നത്. ഇനി ഈ സിലിക്കൺ കാർബൈഡും അലൂമിനിയം കാർബൈഡ് ആയിട്ടുള്ള കോറൻഡവും തമ്മിൽ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ കോറൻഡമാണ്. ഇതിലും സോഫ്റ്റ് ആണ് ആരെന്നോ, ഗ്രാഫൈറ്റ്. നമ്മൾ പഠിച്ചതാണ് ഗ്രാഫൈറ്റ്. അതും വളരെ സോഫ്റ്റ് ആണ്. കാരണം ഇതൊക്കെ എന്താണ്, sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺസ് ആണ് ഇതിലൊക്കെ വരുന്നത്. അപ്പോൾ സിലിക്കൺ കാർബൈഡ് എന്ന് പറയുന്ന കാർബോറൻഡിനെ കാട്ടിയും സോഫ്റ്റ് ആണ് ആര്, Al2O3. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷന് നമുക്ക് എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ അല്ലേ, എല്ലാവർക്കും മനസ്സിലാവുന്നു വിചാരിക്കുന്നു. Question is the metal that exhibit the highest electrical conductivity among the following sulfur nitrogen compound is. ഇതില് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ SN2X എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വൺ ഡയമെൻഷണൽ പോളിമർ. ഇറ്റ് ഈസ് എ സൂപ്പർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. So first option is S4N4, yes, then S7NH, S2N2. ഈ മൂന്ന് ഓപ്ഷൻസും വൺ ഡയമെൻഷണൽ പോളിമർ അല്ല. ഒന്നാമത്തെ കാര്യം, ഈ വൺ ഡയമെൻഷണൽ പോളിമർ എന്ന് പറയുന്നത് സൂപ്പർ കണ്ടക്ടർ ആണ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കണ്ണും പൂട്ടി എന്ത് ചെയ്യാം, ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് നമുക്ക്
എത്താം. Question is the position of lone pairs of electrons in ClF3 and ICl4 minus are at. അപ്പോൾ തന്നിരിക്കുന്നത് രണ്ട് കോമ്പൗണ്ടുകളാണ് ClF3. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ നോക്കുമ്പോൾ നമുക്കറിയാം Cl എന്താണ് 7 ഇലക്ട്രോൺസ് ആണ് ഇതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത്. 6 1 7. അതിൽ 3 ബോൺസുകൾ ഉണ്ടാക്കി കഴിഞ്ഞു അല്ലേ. ആരുമായിട്ട് ഫ്ലോറിനുമായിട്ട് 3 ബോണ്ടുകൾ ഉണ്ടാക്കി. അപ്പോൾ 3 ബോണ്ട് പെയർ ഉണ്ട് പ്ലസ് എത്ര ലോൺ പെയർ ഉണ്ട്? 2 ലോൺ പെയർസും ഉണ്ട്. 3 ബോണ്ട് പെയറും 2 ലോൺ പെയറും ഉണ്ടെങ്കിൽ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ നമുക്കറിയാം എന്ത്? sp3d2 ആയിരിക്കും. sp3d2 ഉള്ളതിൻ്റെ ജോമെട്രിയോ TBP ആയിരിക്കും. അതെല്ലാവർക്കും അറിയുന്നതല്ലേ. ട്രയാഗണൽ ബൈപിരമിഡൽ ആയിരിക്കും. ഇനി ട്രയാഗണൽ ബൈപിരമിഡലിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഒന്ന് നോക്കിയാലോ. അപ്പോൾ സ്ട്രക്ചർ നമുക്കറിയാം. ഇത് നമുക്ക് ഇങ്ങോട്ട് നോക്കാം, ഇങ്ങോട്ട് പോകാം അല്ലേ. ഇനി നമുക്കറിയാം ഇവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇക്വറ്റോറിയൽ പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം എലിമെന്റ് എന്ത് ചെയ്യും? അത് ആക്സിയൽ പൊസിഷനിൽ നിൽക്കും. ആക്സിയൽ പൊസിഷനിൽ നിൽക്കുന്നത് കൊണ്ട് അത് മാക്സിമം അകന്നിലെ ഡിസ്റ്റൻറ്റിലായിരിക്കും നിൽക്കുക. അപ്പോൾ എന്തായിരിക്കും? മിനിമം റിപ്പൽഷൻ വേണ്ടിയിട്ടാണ് അത് ആക്സിയൽ പൊസിഷനിൽ നിൽക്കുന്നത്. അപ്പം ഇതിൻ്റെ ഷേപ്പ് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ടി ഷേപ്പ് എന്നാ പറയുക. എന്താ പറയുക? ടി ഷേപ്പ് എന്ന് പറയും. അപ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇവിടെയുള്ള ലോൺ പെയേഴ്സ് ആക്ച്വലി എവിടെയാണ് നിൽക്കുന്നത്? ഇക്വിറ്റോറിയൽ പൊസിഷനാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഓപ്ഷൻ എലിമിനേഷൻ അപ്രോച്ച് വെച്ചിട്ട് ഇക്വിറ്റോറിയൽ ഇൻ ബോത്ത്, ചിലപ്പോൾ അതാവാം അല്ലേ, ഇക്വിറ്റോറിയൽ ഇൻ ClF3. അപ്പം ഓപ്ഷൻ ഇതാവാൻ ചാൻസ് ഉണ്ട്. അതായത് 1 or 2 ആവാനാണ് ചാൻസ്. മറ്റേത് 2 നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ കോമ്പൗണ്ട് ICl4 മൈനസ്. ഓക്കെ അല്ലേ? ICl4 മൈനസ്. അങ്ങനെയാണെങ്കിൽ അയഡിന് വാലൻസ് ഇലക്ട്രോണ് 7 ആണ്. പക്ഷെ മൈനസ് ചാർജും കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് 8 എഴുതാം അല്ലേ. 4 5 6 7 8. ഓക്കെ അല്ലേ? അത് 4 ക്ലോറിനുമായിട്ടാണ് ഇവിടെ ബോണ്ടിങ്ങിലുള്ളത്. 4 ക്ലോറിനായിട്ട്. അപ്പം 4 ബോണ്ട് പെയർ പ്ലസ് ബാക്കി 2 ലോൺ പെയർസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഇത് sp3d2 ആണ് അല്ലേ. sp3d2 ആണ്. അപ്പോൾ സോറി, മറ്റേതിൽ sp3d ആണല്ലേ വരിക. sp3d വരും അല്ലേ മറ്റേതിൽ. ഒന്ന് മാച്ചാക്കണേ. അത് എന്താ? sp3d ഡയഗണൽ ബൈപിരമിഡൽ. ഇത് sp3d2. അപ്പോൾ ഇത് ഒക്ടാഹെഡ്രൽ ഒരു ഇതിലേക്കാണ് വരുന്നത് അല്ലേ. ഒക്ടാഹെഡ്രൽ ജോമെട്രിയിലേക്കാണ് വരുന്നത്. പക്ഷേ ഇവിടെ 2 ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് ഇതിന് ഡിസ്റ്റോഷൻ സംഭവിച്ചിട്ട് ഇത് സ്ക്വയർ പ്ലാനാർ ജോമെട്രിയിലേക്ക് ഇത് മാറും. അപ്പോൾ ഇവിടെ 4 ക്ലോറിൻ ആറ്റംസ് എന്ത് വരും? ഇക്വിറ്റോറിയൽ പൊസിഷനിൽ വരും. ഓക്കെ. നമ്മുടെ ബാക്കിയുള്ള 2 ലോൺ പെയർസോ ആക്സിയൽ പൊസിഷനിലും വരും. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ ഒന്ന് നോക്കിയേ. ഇക്വിറ്റോറിയൽ ഇൻ ClF3 ആൻഡ് ആക്സിയൽ ICl4 മൈനസ്. അപ്പം നമ്മുടെ ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് എവിടെയാണ് നിൽക്കുന്നത്? ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് എവിടെയാണ് നിൽക്കുന്നത്? ClF3 ഇക്വിറ്റോറിയൽ പൊസിഷനിലും ICl4 മൈനസ് ആക്സിയൽ പൊസിഷനിലാണ് നിൽക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the lanthanide 3 ions having highest partition coefficient between tri and butyl phosphate and concentrated HNO3. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഹയസ്റ്റ് പാർട്ടീഷൻ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത്
അതായത് അല്ലെങ്കിൽ ഹയസ്റ്റ് പാർട്ടീഷൻ കോഎഫിഷ്യൻ്റുള്ള ആൾ എന്ന് പറയുന്നത് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദേ ആർ ഈസിയർ ഫോർ ദി സെപ്പറേഷൻ ഓഫ് ലാന്തൈനൈഡ്സ്. ലാന്തൈനൈഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ പെട്ടെന്ന് പറ്റും. അതായത് പെട്ടെന്ന് പറ്റുന്ന ആളാരാണ്? ഹയസ്റ്റ് പാർട്ടീഷൻ കോഎഫിഷ്യൻ്റ് ഉള്ള ആളായിരിക്കും. ഓക്കെ, ഇനി ആരെയാണ് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുക? ഏറ്റവും സ്മോളർ ആയിട്ടുള്ള കാറ്റയോൺസിനെ നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ആള് എന്ന് പറയുന്നത് ആരാണ്? നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും അല്ലേ? ലുട്ടീഷ്യം 3 ആണ്. കാരണം എന്താ? ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ന്യൂക്ലിയസ് ചാർജ് കൂടിയിട്ട് നമ്മൾ ആക്ടിനൈഡ്സിലായാലും ഏത് പീരിയോഡിക് ടേബിൾ ഏത് ബ്ലോക്കിലെ എലിമെന്റ്സ് ആണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് സൈസ് കുറയും അല്ലേ? സൈസ് കുറയും. അതുകൊണ്ട് ഇവിടുന്ന് നമുക്ക് വേറെ ഒന്നും നോക്കണ്ട, നമ്മുടെ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയാം. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഹയസ്റ്റ് പാർട്ടീഷൻ കോയിഫിഷ്യന്റ് എന്ന് പറയുന്ന ആള് കോയിഫിഷ്യന്റ് ഉള്ള ആൾക്ക് എന്ത് പറ്റും? ഈസിയർ ആയിട്ട് സെപ്പറേഷൻ നടത്താൻ പറ്റും അല്ലെ? ഈസിയർ ഫോർ സെപ്പറേഷൻ അല്ലെ? അപ്പൊ ഈ ഈസിയർ ഫോർ സെപ്പറേഷൻ നടത്തണമെങ്കിൽ ആരാവണം? സ്മോളർ കാറ്റയോൺസ് ആവണം. ഏറ്റവും സ്മോളർ ആയിട്ടുള്ള കാറ്റയോൺസ് ആണ് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് കേട്ടോ. ഹയസ്റ്റ് പാർട്ടീഷൻ കോഎഫിഷ്യന്റ് ഉള്ള ആളാണ് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. ആ പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ആള് ഏറ്റവും സ്മോളർ ആയിട്ടുള്ള കാറ്റയോൺസ് ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ tetrahedral point group has 24 elements and 5 classes. Given that it has 2 3-dimensional IR representation and 2 3-dimensional IR representation, the number of 1-dimensional IR representation, അതാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമ്മുടെ പോയിന്റ് ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ സിമെട്രിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമാണ് സിഗ്മ LI സ്ക്വയർ, അതായത് ഡയമെൻഷനിലെ സ്ക്വയർ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു H. എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡർ ആണ്. L എന്ന് പറയുന്നത് ഡയമെൻഷൻസ് ആണ്. അപ്പോൾ നമ്മൾ എത്ര ഡയമെൻഷൻസാണ് പറഞ്ഞത്? ഇവിടെ 5 ഡയമെൻഷൻസ് ആണ് പറഞ്ഞത്. അപ്പോൾ L1 സ്ക്വയർ, L2 സ്ക്വയർ പ്ലസ് L3 സ്ക്വയർ പ്ലസ് L4 സ്ക്വയർ പ്ലസ് L5 സ്ക്വയർ ഈക്വൽ ടു മൊത്തത്തിൽ എത്ര എലിമെന്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്? 24 എലിമെന്റ്സ് ഉണ്ട്. അപ്പം പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം 2 3-dimensional റെപ്രസെൻറ്റേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒന്നും നോക്കണ്ട, L1 സ്ക്വയർ പ്ലസ് L2 സ്ക്വയർ പ്ലസ് L3 സ്ക്വയർ പ്ലസ് ഈ 4നും 5നും നമ്മൾ 2 3-dimension ഉണ്ടല്ലോ. അപ്പോൾ 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ കൊടുത്തു നോക്കാം ഈക്വൽ ടു 24. ഓക്കെ ആണല്ലോ. അപ്പോൾ 9 പ്ലസ് 9 18 ആണ്. അപ്പോൾ L1 സ്ക്വയർ പ്ലസ് L2 സ്ക്വയർ പ്ലസ് L3 സ്ക്വയർ ഈക്വൽ ടു 24 മൈനസ് 18. ഓക്കെ അല്ലേ? 24 മൈനസ് 18 എന്ന് പറയുമ്പോൾ 6 വരും അല്ലേ? 6. ഇനി L1 സ്ക്വയർ പ്ലസ് L2 സ്ക്വയർ പ്ലസ് L3 സ്ക്വയർ എന്താണ് ശരിക്കും? ഈക്വൽ ടു 6. അപ്പോൾ ഈ 3 എണ്ണം കൂടി കൂട്ടിയ 6 വരുന്ന ഒരു കോമ്പിനേഷൻ ഒന്ന് നോക്കിയേ. ഒന്നിന് 1 കൊടുത്തു, ഒന്നിന് 1 കൊടുത്തു. ഇവിടെ 1 കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ 2 കൊടുത്തു നോക്കിയാലോ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, 4 പ്ലസ് 5 6. യെസ്. അപ്പോൾ നമ്മൾ 1 സ്ക്വയർ, L1ന് ഒരു 1 സ്ക്വയർ, ഇവിടെ ഒരു 1 സ്ക്വയർ പ്ലസ് ഇവിടെയോ ഒരു 2 സ്ക്വയർ. ഓക്കെ അല്ലേ? അപ്പോൾ ഈക്വൽ ടു 6 കിട്ടിയില്ലേ? അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ? ദ നമ്പർ ഓഫ് 1-dimensional IR റെപ്രസെൻറ്റേഷൻ ആണ് ചോദിച്ചത്. അപ്പോൾ എത്ര 1-dimensional IR റെപ്രസെൻറ്റേഷൻ ഉണ്ടാവും? 2 അല്ലേ ഉണ്ടാവുക? 2 1-dimensional IR റെപ്രസെൻറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മളെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ 3 ആണ് നമ്മുടെ ആൻസർ. Last question is, for an octahedral CO2 plus complex depicting axial EPR spectrum, G parallel greater than G perpendicular,
the geometry of Cu2 plus and the orbital containing the unpaired electrons are. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, ഇത് EPR സ്പെക്ട്രത്തിൽ നിന്നുള്ളൊരു CSIR നെറ്റിന് വന്ന ഒരു PYQ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവും. ഇതിൽ ആക്സിയൽ EPR സ്പെക്ട്രം എന്നാണ് അവർ പറഞ്ഞത്. ആക്സിയൽ EPR സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡിറക്ഷനിലാണ് കൊടുക്കുന്നത്? ആക്സിയൽ ഡിറക്ഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അത് G പാരലൽ ഗ്രേറ്റർ ദാൻ G പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞത്. ഓക്കെ ആണോ? അപ്പം ആക്സിയൽ EPR മീൻസ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് given in the axial direction of the molecule. Okay, that's why G parallel is greater than G perpendicular. Okay അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുക? ഇലക്ട്രോൺ ഡെൻസിറ്റി along Z direction is greater than electron density along X and Y direction. X and Y directions. Okay അല്ലേ? അപ്പം electron density along Z direction is greater than electron density along X and Y direction. Okay അല്ലേ? Due to the electron density along Z axis, more repulsion ഉണ്ടാവും അല്ലേ? അപ്പം ഈ റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും? ഇവരെന്താ ചെയ്യുക? ടെട്രഗണലി ഇലോങ്ങേഷൻ സംഭവിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? ടെട്രഗണലി ഇലോങ്ങേഷൻ സംഭവിച്ചിട്ട് ഉള്ള ഒരു നമ്മളെ ജിയോമെട്രി ആയിരിക്കും തരും. ഓക്കെ ആണല്ലോ? അതിന് നമ്മൾ പറയുന്ന വേറൊരു പേരുണ്ടല്ലോ, നമ്മൾ EPR സ്പെക്ട്രത്തിൽ എന്ത് പറയും? Z ഔട്ട് എന്ന് പറയും അല്ലെ? Z ഔട്ട് എന്ന് പറയും. അപ്പൊ Z ഔട്ട് ആണെങ്കിൽ ഇലക്ട്രോൺ ഈ ഫില്ലിംഗ് ഇൻ ദി ഓർബിറ്റൽസ് എങ്ങനെയായിരിക്കും? Z ഔട്ട് ഇലോങ്ങേഷനിൽ എങ്ങനെയാ വരിക? ഫസ്റ്റത്തത് DXZ ഉം YZ അല്ലെ? DXZ DYZ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് DXY എന്നാ വരും അല്ലെ? DXY. then DZ സ്ക്വയർ എന്ന് വരും. ഈ Z-ന്റെ ഓർബിറ്റൽസ് ഒക്കെ എന്ത് ചെയ്യും? ഒന്ന് എനർജി കുറയും. X സ്ക്വയർ Y സ്ക്വയർ. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 2 4 5 6 7 8 9. Cu2+ എന്ന് പറയുമ്പോൾ D9 സിസ്റ്റം ആണ്. D9 ആണ് സിസ്റ്റം. അപ്പോൾ അവിടെയുള്ള ഫില്ലിങ്സ് ഇങ്ങനെ വരും. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺസ്, അൺപെയർഡ് ഇലക്ട്രോൺസ് എവിടെയാ വന്നിരിക്കുന്നത്? DX² Y² വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ആൻസർ വരിക? ടെട്രഗണൽ ഇലോങ്ങേഷൻ DX² Y², ടെട്രഗണൽ കംപ്രഷൻ DXY. അതൊന്നും അല്ലല്ലേ, ഇലോങ്ങേഷൻ ആണ്. പിന്നെയോ ലാസ്റ്റ് നമ്മുടെ ഇലക്ട്രോൺസ് വരുന്നത് DX² Y² എന്ന് പറയുന്ന ഓർബിറ്റലിലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു 10 ക്വസ്റ്റ്യൻസിന്റെ സീരീസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. നിങ്ങൾ ഈ ഒരു ചാനലിൽ കൂടെ നിങ്ങൾക്ക് ഏത് ഡൗട്ട് വേണമെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.